ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദൈവിക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് നിർബന്ധമായും ഉണ്ടാവേണ്ടതുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബ കിറാമും ഏത് രൂപത്തിലായിരുന്നു ഈ വിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രയോ ദുർബലവും ആവശ്യമായതിന്റെ എത്രയോ താഴെപ്പടിയിലുമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഈ പരിശുദ്ധ റമദാനെ സംബന്ധിച്ചിടത്തോളം അത് ഖുർആനിന്റെ മാസമാണ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ശഹ്റു റമദാൻ ശഹ്റുൽ ഖുർആൻ. റമദാൻ മാസം ഖുർആനിന്റെ മാസമാണ്. ഖുർആനിന്റെ മാസം എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി പരിശുദ്ധ റമദാൻ അവതരിച്ചത് ഈ വിശുദ്ധ മാസത്തിലാണ് എന്ന് ഖുർആൻ തന്നെ ഉൾപ്പെടുത്തി. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഖുർആൻ. ഖുർആൻ തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത് ആ രീതിയിലാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. ഹുദൻ ലിന്നാസ്, അത് ജനങ്ങൾക്ക് ഹിദായത്താണ്, സന്മാർഗമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഖുർആൻ, സന്മാർഗവും സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ചറിയാനുമുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും നിറഞ്ഞതാണ് ഈ വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ മനുഷ്യനെ നേരായ വഴിക്ക് നയിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ വിശുദ്ധ ഗ്രന്ഥം ഈ മഹത്തായ മാസത്തിലാണ് അവതരിച്ചത്. രണ്ട് രീതിയിൽ അതിനെ നമ്മുടെ മഹാന്മാരും ഇമാമുമാരും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധ റമദാൻ മാസത്തിലാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒറ്റയടിക്കല്ലല്ലോ അവതരിച്ചത്. ഖുർആൻ 23 കൊല്ലം കൊണ്ട് അവതരിച്ച് പൂർത്തീകരിക്കപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. അപ്പൊ ആ ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കം കുറിച്ചത് ഈ റമദാൻ മാസത്തിലാണ് എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കും. അതുപോലെ തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഈ വിശുദ്ധ ഖുർആൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയായി ലഭിക്കുന്നതിന്റെ നടപടിക്രമം എന്നുള്ള രീതിയിൽ അത് തിരുമേനിയുമായിട്ട് ഏറ്റവും അടുത്ത സമീപസ്ഥമായ ആകാശലോകത്തേക്ക്
ഈ വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അവതരിച്ചത് ഈ റമദാൻ മാസത്തിലാണ് എന്നും പിന്നീട് സന്ദർഭങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ആവശ്യങ്ങളുടെയും ഒക്കെ താല്പര്യമനുസരിച്ച് അതത് സന്ദർഭങ്ങളിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ റമദാനുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമുക്ക് കാണാം. ഖുർആൻ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥങ്ങൾ എല്ലാം ഈ മാസവുമായി ബന്ധപ്പെട്ടാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് ചില ഹദീസുകളിൽ കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ സുഹ്ഫ് ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അവതീർണമായ വേദഗ്രന്ഥത്തിന്റെ ഏടുകൾ അത് റമദാനിന്റെ ആദ്യത്തെ ദിവസങ്ങളിലായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാമക്ക് ലഭിച്ച സബൂറും മൂസാ നബി അലൈഹിസ്സലാമക്ക് ലഭിച്ച തൗറാത്തും ഈസാ നബി അലൈഹിസ്സലാമക്ക് ലഭിച്ച ഇഞ്ചീലും എല്ലാം ഖുർആനിന്റെ റമദാനിന്റെ വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലാണ് അവതരണമായത് എന്ന് പ്രസ്തുത ഹദീസിൽ പറയുന്നുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ആണ് എന്നും അതേ ഹദീസ് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ എല്ലാ നിലക്കും ഈ റമദാനുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ വിശുദ്ധ വേദങ്ങൾ, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥം അവതീർണമായ മാസം എന്ന രീതിയിൽ അതിനോടുള്ള ബാധ്യതകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനുമൊക്കെ ഒരു സമൂഹം എത്ര കണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മാതൃകയാണ് നബി തിരുമേനിയിലും സഹാബ കിറാമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. റമദാനിന്റെ ഒരു ഉത്സവ മാസം, ആ റമദാൻ പ്രത്യേകമായി ആ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായ ഒരു പ്രത്യേക മാസം. എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ ഖുർആനുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. ഖുർആൻ അവരുടെ ജീവിതത്തിന്റെ ഹരമാണ്. അതായിരുന്നു അവരുടെ നിലപാട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ പാരായണം ചെയ്യുക, പഠിക്കുക, ഖുർആനുമായി ബന്ധപ്പെടുക, ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, അതുമായി നിരന്തരം സമ്പർക്കം ഉണ്ടാവുക, ഇത് തന്നെ ജീവിതത്തിന്റെ ഒരു ഹരമായി മനസ്സിലാക്കിയ സമൂഹമായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മൗലിക പ്രധാനമായ ഘടകമായിരുന്നു. അതുകൊണ്ടാണ് അവരെ വിശുദ്ധ ഖുർആനിന്റെ ചലിക്കുന്ന പതിപ്പുകൾ എന്ന് വിശേഷിപ്പിച്ചത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും സഹാബത്തിനെ സംബന്ധിച്ചുമൊക്കെ പറയാറുണ്ടല്ലോ, ഖുർആനിന്റെ ചലിക്കുന്ന പതിപ്പുകൾ. എങ്ങനെയാണ് ഒരു മനുഷ്യനെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ദാസനായി ജീവിക്കാൻ പഠിപ്പിക്കുന്നത്? അതിന്റെ ഏറ്റവും പൂർണ്ണമായ രീതിയാണ് ഈ സഹാബത്തിന്റെ ആ തലമുറയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തുകയും ഖുർആനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒരു മാസമായിരുന്നു റമദാൻ എന്ന് നമുക്ക് കാണാം. അതിന്റെ കാരണം ഒന്നാമതായി വിശുദ്ധ ഖുർആൻ അങ്ങനെ ആയിരിക്കണം. ഓരോ സത്യവിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം ഖുർആൻ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വിജയം നിലകൊള്ളുന്നത് ഈ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലാണ്. അത് ഒരു ആദരവിന് വേണ്ടിയോ ബഹുമാനത്തിന് വേണ്ടിയോ കൊണ്ടു നടക്കുന്ന രീതി നമ്മുടെ ജീവിതവുമായും അതുപോലെ നമ്മുടെ ഇടപാടുകളുമായിട്ടും അതിന് യാതൊരു ബന്ധവുമില്ല എങ്കിൽ ഈ രൂപത്തിലുള്ള ഖുർആനിന്റെ ആദരവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഖുർആനിന്റെ ബഹുമാനമോ നമുക്ക് പ്രയോജനം ചെയ്യുകയില്ല. നമ്മിൽ പലരുടെയും കൈവശം വിശുദ്ധ ഖുർആനിന്റെ മേൽത്തരം കോപ്പികൾ ഉണ്ടായിരുന്നു.
വീട്ടിലും അതുപോലെ വാഹനത്തിലും അവൻ പോകുന്നിടത്തുമൊക്കെ ഖുർആനിന്റെ ആയത്തുകൾ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഖുർആനിന്റെ ഏറ്റവും നല്ല കാസറ്റുകളോ സീഡികളോ അതൊക്കെ സമ്പാദിക്കാനും ആ രൂപത്തിലുള്ള ഒരു ഹരം പല ആളുകളും പ്രദർശിപ്പിച്ചു എന്ന് വരാം. നല്ല സ്വഭാവങ്ങളാണ്, നാം അതിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ അതേ അവസരത്തിൽ നമ്മൾ ഈ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കാനും ഈ ഖുർആൻ എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനും എങ്ങനെയാണ് ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പഠിക്കാനും വല്ല ശ്രമവും നടത്തുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ ആ രൂപത്തിലുള്ള ഒരു നീക്കവും നമ്മുടെ ഭാഗത്തുനിന്നില്ല എന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയായിരുന്നില്ല സഹാബാ കിറാം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ഖുർആൻ പഠനം എന്ന് പറയുന്നത് ആ രൂപത്തിലുള്ളതായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ഖുർആൻ എന്ന് പറയുന്നത് അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആനെ സംബന്ധിച്ചിടത്തോളം തിരുമേനി അവരെ പഠിപ്പിച്ചു, ഇഖ്റാഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അഹ്ലിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഇഖ്റാഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. ശഫീഅൻ ലി അഹ്ലിഹി, ആ ഖുർആൻ പഠിച്ച ആളുകൾക്ക് ശുപാർശകനായി കൊണ്ടുവരുന്നതാണ്, ശുപാർശ ചെയ്യുന്നതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ. അവൻ എന്നെ ശ്രദ്ധിച്ചു, എന്നെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു, എന്റെ ആശയങ്ങൾ എന്താണ് എന്ന് കണ്ടെത്താൻ അവന്റെ സമയം വിനിയോഗിച്ചു. അങ്ങനെ ഖുർആൻ എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ മുഖ്യമായ ഒരു അജണ്ടയായിരുന്നു, ഞാനായിരുന്നു അവന്റെ മുഖ്യമായ വിഷയം. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയെ അനുഗ്രഹിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാലും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാലും അത് ഈ കേവലമുള്ള ഒരു പാരായണമോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഖുർആനിന്റെ വാക്യമായ രീതിയിലുള്ള ഒരു ആദരവോ അല്ലെങ്കിൽ ഖുർആനുമായിട്ട് മനസ്സറിയാതെയുള്ള ഒരു ബന്ധമോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വളരെയേറെ പുണ്യമുണ്ട്. മാത്രമല്ല സഹാബാ കിറാമിന്റെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗം അവർ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ മാതൃകാപരമായ ആ സമൂഹത്തിൽ ഈ ഖുർആൻ വളരെയേറെ ശക്തമായ സ്വാധീനം ചെലുത്തിയത് നമുക്ക് കാണാം. അവർ ഖുർആൻ പാരായണത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ നിങ്ങളെ ഓതി കൽപ്പിച്ച ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാത്ത് വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിനെ പാരായണം ചെയ്യുന്നവർ, വയുഖീമൂന സ്വലാത്ത് വഅഖാമുസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ, വആതൗസ് സകാത്ത്, സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും, നാം അവർക്ക് നൽകിയതിൽ മിമ്മാ റസഖനാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, നമസ്കാരം നിലനിർത്തുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും സകാത്ത് കൊടുക്കുകയും ഈ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളൊക്കെ അവർ നിർവഹിക്കുന്നു. സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും. അവരെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത്. അവരുടെ ജീവിതത്തിന്റെ ശൈലിയായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നു. ആരും കാണുന്നോ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരുന്നോ, പത്രങ്ങളിൽ അച്ചടിക്കുന്നോ, ഫോട്ടോ എടുക്കുന്നോ, ചാനലുകൾ പ്രസിദ്ധീകരിക്കുന്നോ, ഇതവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, അതവരുടെ ലക്ഷ്യവുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കരുത്, ആ നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാഹുവുമായിട്ട് എന്ന
ഓർമ്മയോടുകൂടി ബോധത്തോടുകൂടിയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിഫലങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുകയും അവന്റെ ഔദാര്യമായി കൂടുതൽ വർധനവ് അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. അർഹിക്കുന്ന പ്രതിഫലത്തിന് പുറമെ ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്ന് രഹസ്യമായും പരസ്യമായും ഇബാദത്തുകൾ നിർവഹിക്കുകയും സഹജീവികളോടുള്ള ബാധ്യതകൾ നിറവേറ്റുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കുറക്കുകയില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഔദാര്യത്താൽ അവർക്ക് കൂടുതൽ നൽകുന്നു. ഇന്നഹു ഗഫൂറുൻ ശകൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നവനും പാപമോചനം നൽകുന്നവനുമാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപമോചനം അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നന്ദി കാണിക്കണം, അവന്റെ നന്ദിക്ക് പ്രതിഫലം നൽകണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ സ്പിരിറ്റാണ് സഹാബാക്കിറാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ വീടിന്റെ അടുത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ തേനീച്ചയുടെ മുഴക്കം പോലെ വിശുദ്ധ ഖുർആൻ അവർ ഓതി അതിൻ്റെതായ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നത് കേൾക്കാമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രയാസപ്പെട്ട് നേർക്കുനേരെ ഓതാൻ സാധിക്കാത്ത ആളുകൾ തപ്പിത്തടഞ്ഞുകൊണ്ട് ഓതുന്ന സമ്പ്രദായവും രീതിയും അവർക്കുണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈദഗ്ധ്യത്തോടുകൂടി വളരെ സുന്ദരമായ രീതിയിൽ ഒരു തപ്പും തടവുമില്ലാത്ത രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ സഫറത്തിൽ കിറാമിൽ ബററ, അവർ പുണ്യവാന്മാരും മഹാന്മാരുമായ മലായികത്തിന്റെ കൂടെയാണ് അവരുടെ സ്ഥാനം. കേവലം ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, ഖുർആനിനെ അതിൻ്റെതായ ശരിയായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും എങ്ങനെയാണോ അതിന്റെ ഒരു യഥാർത്ഥ ദാസനും യഥാർത്ഥ അനുയായിയുമായി തീരേണ്ടത് ആ രൂപത്തിൽ ആയിത്തീരുകയും ചെയ്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് മഹാന്മാരും വിശിഷ്ടരുമായ മലായികത്തിന്റെ കൂടെയാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞു. വല്ലദീ യഖറഉൽ ഖുർആന വഹുവ യതഅതഉ ഫീഹി, അതേ അവസരത്തിൽ ഒരു മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുകയാണ്, പഠിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ടാണ് അവൻ അത് പാരായണം ചെയ്യാനും അത് വായിക്കാനും സാധിക്കുന്നുള്ളൂ. പക്ഷേ അവൻ അതിനും സമയം കണ്ടെത്തുന്നു, അതിനും അവൻ ശ്രമം നടത്തുന്നു. അത്തരത്തിലുള്ള ആളുകൾ പലഹു അജ്റാൻ, അവർക്ക് രണ്ട് തരത്തിലുള്ള കൂലിയുണ്ട് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിന്റെ പഠനവും വിശുദ്ധ ഖുർആനിന്റെ പാരായണവും സ്വയം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചതും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതുമായ കാര്യമാണ്. അങ്ങനെ ഖുർആനിനെ അവഗണിച്ച് തള്ളുന്ന ആളുകളെ സംബന്ധിച്ച്, അത് പഠിക്കാൻ സമയം കണ്ടെത്താത്തവരെ സംബന്ധിച്ച്, ജീവിതത്തിന്റെ തിരക്കിൽപ്പെട്ട് നെട്ടോട്ടം ഓടുകയും വിശുദ്ധ ഖുർആനിനെ അവഗണിച്ച് തള്ളുകയും ചെയ്യുന്ന ആളുകളുടെ ദുരവസ്ഥയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ആളുകളുടെ സ്ഥിതിവിശേഷം എങ്ങനെയായിരിക്കും എന്ന് ഖുർആൻ പറയുന്നു. അവർ യഥാർത്ഥത്തിൽ പ്രവാചകനെ തള്ളിക്കളഞ്ഞവരാണ്, ഖുർആനിനെ തള്ളിക്കളഞ്ഞവരാണ്, ഖുർആനിനെ അവഗണിച്ചവരാണ്. ആ രീതിയിൽ അവരുടെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. യാ ഖൗമി യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ യൗമ യഅദു ളാലിമു അലാ യദൈഹി വയഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല വയൗമ യഅദു ളാലിമു അലാ യദൈഹി, അക്രമികളായ ആളുകൾ വിരൽ കടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അക്രമികളായ ആളുകൾ വിരൽ കടിക്കുന്ന ഒരു ദിവസം. ആരാണ് അക്രമികളായ ആളുകൾ? എന്തുകൊണ്ടാണ് അവർ വിരൽ കടിക്കുന്നത്? വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നു. യൗമ യഅദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല, ഈ പ്രവാചകന്റെ മാർഗത്തിലൂടെ എനിക്ക് പോവാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ പ്രവാചകന്റെ വഴിയെ ഞാൻ പിന്തുടർന്നില്ല, അതാണ് അവൻ വിരൽ കടിക്കാൻ കാരണമായി തീർന്നത്.
യാ ലൈതനി തഖൽതു മഅ റസൂലി സബീല യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഞാൻ വേറെ നേതൃത്വമാണ് അംഗീകരിച്ചത്, വേറെ ആളുകളുടെ ജീവിത രീതിയാണ് ഞാൻ പിന്തുടർന്നത്, അവരുടെ ചലനങ്ങളും അവരുടെ സമ്പ്രദായങ്ങളും അവരുടെ ജീവിതക്രമവുമാണ് എന്നെ ആകർഷിച്ചത്. അത്തരം ആളുകളെ ഒന്നും തന്നെ മാർഗദർശികളായി സ്വീകരിക്കാതെ പ്രവാചകന്റെ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവർ പറയുന്നു. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല. എനിക്ക് ഈ പ്രവാചകനിൽ നിന്നുള്ള വ്യക്തമായ നിർദ്ദേശവും നേരായ സന്മാർഗവും ലഭിച്ചപ്പോൾ അതെല്ലാം തന്നെ ഞാൻ നിസ്സാരമായി കണ്ടു, അതിനെ ഞാൻ അവഗണിച്ചു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് വേറെ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, വേറെ ചില മോഹങ്ങൾ ഉണ്ടായിരുന്നു, വേറെ ചില സുഖങ്ങളും ആനന്ദങ്ങളും വേണമെന്ന വിചാരമുണ്ടായിരുന്നു. അതിനാൽ സന്മാർഗത്തിൽ നിന്ന് അവരെല്ലാം തന്നെ എന്നെ വഴിപഴപ്പിച്ചു. ആ ഖുർആനിനെ പിൻപറ്റാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഹതഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ വിരൽ കടിക്കാൻ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോഴാണ് അവന് പറയുക, പ്രവാചകൻ അവർക്കെതിരായി സാക്ഷി നിൽക്കുകയാണ്. ഈ ജനത ഖുർആനുമായിട്ടുള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ടില്ല, ഖുർആനുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിട്ടില്ല, ഖുർആൻ എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രവാചകൻ അവർക്കെതിരായി സാക്ഷി നിൽക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ ഗ്രന്ഥം ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനപരമായ കാരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുമായിട്ടാണ് നമ്മൾ സമയം കളയേണ്ടത്, ഇതുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. അതാണ് പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി റമദാൻ മാസത്തിൽ പ്രത്യേകമായി ഖുർആനുമായി ബന്ധം പുലർത്താനുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി സമയങ്ങളിൽ വന്നുകൊണ്ട് ഖുർആൻ ഒരു ആവർത്തി ഓതി കേൾപ്പിക്കുകയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓതി കേൾക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. ഏറ്റവും അവസാനത്തെ കൊല്ലം രണ്ടാവർത്തി ഇതേ രീതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആവർത്തിക്കുകയുണ്ടായ വിശുദ്ധ ഖുർആൻ എന്നും ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോൾ ആ രീതിയിൽ രാത്രികാലങ്ങളിലെല്ലാം തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടുമുള്ള ഒരു ജീവിതമായിരുന്നു സഹാബാ കിറാമിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അതുകൊണ്ട് റമദാനായി കഴിഞ്ഞാൽ അവർ മറ്റുള്ള ഏർപ്പാടുകളെല്ലാം തന്നെ നിർത്തിവെക്കുമായിരുന്നു എന്ന് പറയുന്നു. മറ്റ് ഏർപ്പാടുകൾ നിർത്തിവെക്കുമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള സമയത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിന് വേണ്ടി നീക്കിവെക്കുകയും മറ്റു തരത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം സമയം കണ്ടുകൊണ്ട് മറ്റ് സമയങ്ങളെല്ലാം തന്നെ ഖുർആനിന് വേണ്ടിയിട്ട് കൂടുതൽ നീക്കിവെക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ഇമാം മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതാണല്ലോ ഈ ഖുർആൻ കഴിച്ചാൽ ഏറ്റവും പ്രധാനം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ആ ഹദീസുകൾ പഠിക്കാനും അത് മനസ്സിലാക്കാനും വിനിയോഗിക്കുന്ന സമയങ്ങൾ പോലും റമദാൻ മാസമായാൽ മുഴുവനായി ഖുർആനിന് വേണ്ടി നീക്കിവെക്കുമായിരുന്നു എന്ന് പറയുന്നു. സഹാബാ കിറാമിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവർ ഖുർആനുമായി ബന്ധം പുലർത്തുന്നതിന് വേണ്ടി എങ്ങനെയായിരുന്നു സമയം കണ്ടെത്തിയിരുന്നത് എന്നും നമുക്ക് മനസ്സിലാകും. പല ആളുകളും വിശുദ്ധ ഖുർആൻ പല ആവർത്തികളും പാരായണം ചെയ്യാനും പഠിക്കാനും സമയം കണ്ടെത്തുന്നു. ഒരാഴ്ചയിൽ വിശുദ്ധ ഖുർആൻ മുഴുവനായി പഠിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്ന സഹാബിമാരുണ്ടായിരുന്നു. 3 ദിവസങ്ങൾ കൊണ്ട് ഈ ഖുർആനിനെ ആ രീതിയിൽ ഒരാവർത്തി പാരായണം ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ ഒരു ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഉണ്ടായിരുന്നു എന്ന് സഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ അത്രമാത്രം പ്രധാനപ്പെട്ടതും ഖുർആനുമായിട്ടുള്ള ബന്ധം പരിശുദ്ധ ഖുർആനിൽ അത്രമാത്രം ഊന്നി പറഞ്ഞതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വറത്തിലിൽ ഖുർആന തർത്തീല, വറത്തിലിൽ ഖുർആന തർത്തീല, നീ ഖുർആൻ നിർത്തി അതിന്റെ ആശയവും അർത്ഥവും ആലോചിച്ച് പാരായണം ചെയ്യുക.
അതാണ് വറത്തിൽ ഖുർആന തർത്തീല എന്ന് പറഞ്ഞാൽ. ഖുർആൻ ഇങ്ങനെ ഒരു ഓട്ടം ഓടിക്കൊണ്ട് എന്തോ തരത്തിലാത്ത സ്പീഡിൽ ഓതിയാണ് തീർക്കുക എന്നുള്ളതല്ല. വറത്തിൽ ഖുർആന തർത്തീല, ഖുർആൻ നിർത്തി നിർത്തി അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി അതിനെ സംബന്ധിച്ച് ആലോചിച്ച് ചിന്തിച്ച് അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് അതിന്റെ ശരിയായ പാരായണത്തിന്റെ രീതി. അതേ അവസരത്തിൽ അങ്ങനെ പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്കൊന്നും ഒരു കൂലിയും കിട്ടുകയില്ല എന്നും വേറെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നത് പോലെയാണ് അർത്ഥമറിയാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള തീവ്രവാദങ്ങളൊന്നും തന്നെ ശരിയല്ല. അത് ഇസ്ലാമികമായി ഒരിക്കലും അതിന് ന്യായീകരണവുമില്ല. ഈ ഗ്രന്ഥവുമായി ഏതെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ ബന്ധപ്പെടാൻ ആർക്കെങ്കിലും സാധിക്കുന്നു, അത് അത്രയും മഹാഭാഗ്യമാണ്. അത് അവനെ സംബന്ധിച്ചിടത്തോളം അത്രയും അനുഗ്രഹീതമാണ്. അത്രയും ഏറെ പ്രാധാന്യം ഈ വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് വറത്തിൽ ഖുർആന തർത്തീല എന്ന് പറഞ്ഞ രാത്രി സമയങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നമസ്കാരം നിർവഹിക്കാൻ കൂടിയാണ്. ആ നമസ്കാരം നിർവഹിക്കുന്നതോടൊപ്പമുള്ള ഖുർആൻ പാരായണത്തെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർത്തീല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുമിൽ ലൈൽ, രാത്രി മുഴുവൻ തന്നെ എഴുന്നേറ്റ് നമസ്കരിക്കുക. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ഒരു അല്പസമയം നിന്റെ വിശ്രമത്തിന് വേണമെങ്കിൽ നീക്കി വെക്കാം, മറ്റുള്ള സമയങ്ങൾ നീ എഴുന്നേറ്റ് നമസ്കരിക്കുക. നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എത്ര സമയമാണ് നിസ്കരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിസ്ഫഹു പകുതി രാത്രി, രാത്രിയുടെ പകുതി സമയം. അതുപോലെ തന്നെ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി, ആ പകുതി എന്ന് കണക്കാക്കുമ്പോൾ ചിലപ്പോൾ അത് കണിശമായി പകുതി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒരല്പം കുറയുകയോ ഒരല്പം കൂടുകയോ ഒക്കെ ആവാം. ഏകദേശം വാച്ചും അതുപോലെ തന്നെ ഘടികാരവും മറ്റു സൗകര്യങ്ങളൊന്നും ഉള്ള കാലമല്ലല്ലോ അന്ന്. അപ്പൊ അന്ന് രാത്രി കണക്കാക്കുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നതിന് വിരോധമില്ല. വറത്തിൽ ഖുർആന തർത്തീല, ഖുർആൻ വളരെ ഭംഗിയായി വളരെ സുന്ദരമായി ഓരോ മഖ്റജുകളും അത് ശരിയായ രീതിയിൽ ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. മനോഹരമായ ഖുർആൻ പാരായണമായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് നമുക്ക് കാണാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് ഖുർആൻ സുന്ദരമായി പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ചതായിട്ട് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന തന്റെ അനുയായികളെ വിളിച്ചു വരുത്തി അവരുടെ ഖുർആൻ പാരായണം കേൾക്കാറുണ്ടായിരുന്നു എന്നും നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പോലെയുള്ള സഹാബിമാരെ വിളിച്ചു വരുത്തി, അതുപോലെ തന്നെ മറ്റു പല സഹാബിമാരെയും ഒക്കെ നല്ല സുന്ദരമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബിമാരെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ പാരായണം ഖുർആൻ പാരായണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിരുന്നില്ല, സത്യവിശ്വാസികളോട് മൊത്തമായിരുന്നു. അതുകൊണ്ട് അവരും തന്നെ നിർവഹിക്കാറുണ്ടായിരുന്നത് ഈ രീതിയിലായിരുന്നു. അവരുടെ രാത്രി സമയം ചെലവഴിക്കാറുള്ളത് ഈ രൂപത്തിലായിരുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൽപ്പന, ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യണം, രാത്രി സമയം മുഴുവൻ അല്ലെങ്കിൽ രാത്രിയുടെ പകുതി സമയം മുഴുവൻ ഖുർആൻ പാരായണം ചെയ്യണം എന്നുള്ള കൽപ്പന നിങ്ങൾക്ക് പല ആളുകൾക്കും പ്രയാസകരമാണ് എന്ന് അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലിമ അൻ സയകൂനു മിൻകും മർള, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അലിമ അൻ സയകൂനു മിൻകും മർള വആഖറൂന യദ്രിബൂന ഫിൽ അർദി യബ്തഗൂന മിൻ ഫദ്ലില്ലാ, വേറെ ചില ആളുകള് പല രൂപത്തിലും സഞ്ചാരങ്ങൾ നടത്തിക്കൊണ്ട് പല യാത്രയിലും അതുപോലെ ജീവിതായോധന മാർഗങ്ങളിലും ഒക്കെ വ്യാപൃതരാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാ, വേറെ ചില ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ജിഹാദിന് വേണ്ടി പോയിരിക്കുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും അല്ലാഹുവിന് അറിയാം. ഫഖറഉ മാ തയസ്സറ മിൻഹു, അതിനാൽ സൗകര്യപ്രദമായത് അവർ പാരായണം ചെയ്താൽ മതി. നമ്മൾ ആലോചിച്ച് നോക്കുക,
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ആരോട് നിർദ്ദേശിക്കുന്നു? ഏതെങ്കിലും സമയത്ത് ഒഴിവില്ലാതെ ഒരു പണിയുമില്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകളോടല്ല. വെറുതെ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഒഴിവുള്ള സമയങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കണമെന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയാണ് ഒരു വിഭാഗം. അള്ളാന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയാണ്, ശത്രുക്കളുമായി ഏറ്റുമുട്ടുകയാണ്. സ്വന്തം ജീവനെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ജിഹാദിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ ആളുകളോടാണ് പറയുന്നത്, അങ്ങനെയുള്ള പണിയൊക്കെ ഉള്ളതോടൊപ്പം ആ പരിശുദ്ധ ഖുർആനിൽ സൗകര്യപ്രദമായത് പിന്നെയും നിങ്ങൾ പാരായണം ചെയ്യുക എന്ന്. പകുതി രാത്രി മുഴുവൻ ഖുർആൻ പാരായണം ചെയ്യണം എന്നുള്ള കൽപ്പനയിൽ നിന്ന് മാത്രമേ അവർക്ക് ഒഴിവ് നൽകുന്നുള്ളൂ. പകുതി രാത്രി മുഴുവൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ അതോടൊപ്പം നിങ്ങൾ ഖുർആൻ ഉപേക്ഷിക്കുകയോ ഖുർആൻ പാരായണം ഉപേക്ഷിക്കുകയോ ഖുർആൻ പഠനം ഉപേക്ഷിക്കുകയോ അല്ല, ഒരിക്കലും പാടില്ല. നിങ്ങൾ ആ സാധിക്കുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ഖുർആനിനെ പഠിച്ചും അത് ജീവിതത്തിൽ പകർത്തിയും ഉള്ള ഒരു ജീവിതമായിരിക്കണം വിശ്വാസികൾക്ക്. അങ്ങനെയുള്ള ഒരു വിശ്വാസികളുടെ സമൂഹം അത് ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന്റെ മാതൃകയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹമായി തീരണം ഈ മുസ്ലിം ഉമ്മത്ത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താല്പര്യപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഖുർആനോടുള്ള ബന്ധം ദുർബലമായി. ഖുർആൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആദരവിനും ബഹുമാനത്തിനും വേണ്ടി വെക്കുകയോ അല്ലെങ്കിൽ വർഗത്തിനോ ആ രൂപത്തിലുള്ള എന്തെങ്കിലും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയോ കരുതി വെക്കുകയും ചെയ്യുന്ന ഒരു കൃതിയായി കൊണ്ട് മാറി, ഒരു വേദഗ്രന്ഥമായി കൊണ്ട് മാറി. നമ്മുടെ ജീവിതവുമായിട്ടുള്ള അതിന്റെ ബന്ധം, ജീവിതവുമായിട്ടുള്ള അതിന്റെ സ്വാധീനം അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഈ രക്തങ്ങളും അതുപോലെ തന്നെ മാണിക്യങ്ങളും ഒക്കെ ഏറി നടക്കുന്ന കഴുതകളെ പോലെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. കമസലിൽ ഹിമാരി അഹ്മിദ് അസ്ഫാറ എന്ന് പറഞ്ഞല്ലോ. പൂർവകാല സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ അവർക്ക് നൽകിയപ്പോൾ അവര് ഏതുപോലെയായി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കമസലിൽ ഹിമാരി അഹ്മിദ് അസ്ഫാറ, വേദം ചുമക്കുന്ന കഴുതകളെ പോലെ. കഴുതക്കറിയുമോ അതിന്റെ മുതുകത്തിരിക്കുന്നത് വേദഗ്രന്ഥമാണ് എന്ന്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹം അധപ്പതിച്ചു പോകുമ്പോൾ നമ്മുടേതുപോലെയുള്ള ഒരു ദൗർബല്യവും നമ്മുടേതുപോലെയുള്ള ഒരു അശാന്തിയും അതുപോലെ നിലനിൽപ്പില്ലായ്മയും എല്ലാവരെയും ഭയന്നുകൊണ്ട് എല്ലാവരെയും പേടിച്ചുകൊണ്ട് എല്ലാവർക്കും റാൻമൂളിൽ സ്വന്തമായ ഒരു വ്യക്തിത്വമോ സ്വന്തമായ രീതിയിലുള്ള ഒരു ചൈതന്യമോ ഇല്ലാത്ത ഒരു ദുർബല സമൂഹമായി അധപ്പതിക്കും. ഇതാണ് നമ്മുടെ അധപ്പതനത്തിന്റെ കാരണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതുമായി ബന്ധം പുലർത്തുവാനും അത് ജീവിതത്തിൽ എങ്ങനെ പകർത്തണം എന്ന് മനസ്സിലാക്കുവാനും ആ ഖുർആനിന്റെ ആശയങ്ങളെ അത് ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുവാനുമുള്ള ഏറ്റവും വലിയ സന്ദർഭമാണ് ഈ വിശുദ്ധ റമദാൻ. ഈ സന്ദർഭം നാം പ്രയോജനപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ വേദഗ്രന്ഥത്തെ അർഹമായ രീതിയിൽ സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.